ഇനി നമുക്ക് അകത്തുള്ള സ്റ്റഫിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു നോൺ വെജിറ്റേറിയൻ സ്റ്റഫിംഗ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഒരല്പം എണ്ണ, ഞാനൊരു റിഫൈൻഡ് ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അല്പം എണ്ണ ഒഴിക്കാം. എന്നിട്ട് ആദ്യം നമ്മളിതിലേക്ക് വെളുത്തുള്ളി, അപ്പോൾ വെളുത്തുള്ളിയുടെ സ്വാദാണ് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നല്ല മണം വരും. ആ ഒരു എണ്ണയിൽ വെളുത്തുള്ളിയുടെ സ്വാദ് ഇറങ്ങണം. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ കൊത്തി ഇറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊത്തി ഇറച്ചി നമ്മൾ വേവിക്കുന്നു, ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുന്നു. എന്നിട്ട് അത് വേവിച്ച് കഴിഞ്ഞിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം ആവശ്യത്തെ. അപ്പോൾ ഈ ബീഫ് ശരിക്കും കൊത്തി ഇറച്ചിയൊക്കെ വേവിക്കാനായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ വേവിച്ചെടുത്ത് കൊത്തിയ ഇറച്ചി മിക്സി ഉപയോഗിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്യുക, അപ്പോൾ ശരിക്കും പൊടിഞ്ഞ് വരും. അങ്ങനെ പൊടിച്ചെടുത്ത ഇറച്ചിയാണ് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് പിന്നെന്താ വെള്ളം വറ്റിച്ചെടുത്തിട്ട് മിക്സി ഉപയോഗിച്ച് പൊടിച്ച് അരച്ചെടുത്ത ഇറച്ചിയാണ്. ഇത് നമ്മൾ 1 കപ്പോളം അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെളുത്തുള്ളിയുടെ മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് സവാള, ചെറുതായി അരിഞ്ഞ് സവാള, ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഒരു വലിയ സവാള അരിയാണെങ്കിൽ ഏകദേശം 1 കപ്പോളം കിട്ടും, ഇല്ലെങ്കിൽ 2 ചെറിയ സവാള. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഇറച്ചി കൊത്തി വെച്ചിരിക്കുന്ന വേവിച്ച് പൊടിച്ചെടുത്തിരിക്കുന്ന ഇറച്ചി ചേർക്കാം. ഏകദേശം 1 കപ്പോളം ഇറച്ചി ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിങ്ങനെ വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാൻ പോവാണ്. മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെന്താ വേണ്ടത്? പിന്നെ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചച്ചുവ മാറണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മുളക് പൊടിയും എല്ലാം തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടും. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. എല്ലാ മസാലയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചത്. പിന്നെ ഒരല്പം വ്യത്യാസമുണ്ട്, കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത്. ഇപ്പോൾ ഒരു ജീരകത്തിൻ്റെയും കൂടെ മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഏതാണ്ട് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഒരല്പം ഈർപ്പം ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞ പാകമായി വരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇറച്ചി വേവിച്ചെടുത്തിരിക്കുന്നത്, എന്നാലും ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർക്കാം. ഏകദേശം 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായില്ലേ? മല്ലിയിലയൊക്കെ ചേർത്തു, ടൊമാറ്റോ സോസ് ചേർത്തു. ഇപ്പോൾ ഒരു കുഴഞ്ഞ പാകമായിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും അടുപ്പിലിട്ടേക്കേണ്ട ആവശ്യമില്ല. ഇത് വേവിച്ച ഇറച്ചിയാണ്, അതുകൊണ്ട് തന്നെ അധികം സമയം ഇനി വേകാനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എത്ര ഒരു രീതിയിൽ വേണം അതനുസരിച്ച് എരിവും ഉപ്പും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ക്രമീകരിക്കണം. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ മല്ലിയിലയൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഗരം മസാലയുണ്ട്, ജീരകപ്പൊടിയുണ്ട്, പിന്നെന്താ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തില്ല. കാര്യം എന്താ വെച്ചാൽ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചതാണ്, അതുകൊണ്ടാണ്. ആവശ്യത്തിന് ഉപ്പുണ്ട്, മല്ലിയില ചേർത്തു. പിന്നെ വെളുത്തുള്ളിയുടെ സ്വാദമുണ്ട്. അപ്പോൾ ഇഞ്ചി മാത്രമേ ഉള്ളൂ ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഞ്ചിയുടെ സ്വാദിഷ്ടമാണെങ്കിൽ അതും കൂടി വേണമെങ്കിലും ചേർത്തു. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.